ഗായ്സ് അങ്ങനെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു കുക്കർ വേണം. അപ്പം നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ നമുക്കൊരു കുക്കറുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ചോട്ടിനോട് നമ്മൾ കുക്കർ എടുക്കാനായിട്ടുള്ള പെർമിഷനൊക്കെ ചോദിച്ച് ആൾ ഓക്കെ ഒരു വിഷയമില്ല എടുത്തോളാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ മൂടി നമുക്ക് വേണമായിരുന്നു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അത് ആൾ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് അത് നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ആളത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ചൂട്ട് ചോദിക്കായിരുന്നു എന്താണ് പരിപാടി, എന്തുണ്ടാക്കാൻ പോവാ, ചോറുണ്ടാക്കാൻ പോവാണെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ അത് അങ്ങനത്തെ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊക്കെ ഡിമാർട്ടിൽ പോകാം എന്തായാലും ഇതിൻ്റെ കേസ് ഉറപ്പായ സ്ഥിതിക്ക്. അപ്പം ഞാൻ എൻ്റെ റൂമിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഡോറൊക്കെ ലോക്ക് ചെയ്ത് എൻ്റെ വണ്ടി അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചാവി എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് പറഞ്ഞില്ല, നമുക്ക് നോക്കാം. വണ്ടി ഇച്ചിരി പഴയതാണ് എന്നാലും ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഡിമാർട്ടിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ് ഡിമാർട്ട് അവിടെ കാണുന്നതാണ് നമ്മുടെ ഡിമാർട്ട്, ഒരു വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോർന്നിട്ടുള്ളൂ. ഈ സമയത്ത് ഇച്ചിരി മഴയുടെ സീസണാണ്. ബ്രേക്കും കുറച്ച് കുറവാണ്. സൂക്ഷിച്ച് പയ്യെ പോയാലേ നമുക്ക് അവിടെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമാർട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെയാണ് 9 മണിക്കാണ്. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം, ടൈമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ പുള്ളി ചെക്കിങ്ങൊക്കെ നടത്തി നമ്മൾ അകത്തോട്ട് കയറ്റും. ഇപ്പം നമുക്ക് വേണ്ടത് മട്ട അരിനോട് സിമിലർ ആയിട്ടുള്ളൊരു അരിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് അതിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള അരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അരി മേടിക്കാൻ വന്നിട്ട് അരി മേടിച്ച് അതിൻ്റെ ഒപ്പം ഞാൻ കുറേ സാധനങ്ങൾ വേറെ എക്സ്ട്രാ മേടിച്ച്, കുറച്ച് നീമ്പുൻ്റെ ഇതും പിന്നെ കുറച്ച് ഷവർ ജെല്ല്, അതേപോലെ ഹെയറിൽ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ മൊത്തം 500 അടുത്ത് കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ആവട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോൾ നമുക്ക് ഞാൻ കുറച്ച് പൊടികളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ റൈസ് എടുത്തിട്ട് കുക്കറിൽ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പകുതി റൈസോളം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പകുതി റൈസ് ഇട്ടിട്ടുണ്ട്. എന്താവും എന്തോ. അപ്പം നമുക്ക് മുട്ട പൊരിക്കാനായിട്ട് കിട്ടിയ പാനൊക്കെ ഭയങ്കര അവസ്ഥയാണ്. പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം, കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഇനി അതിൽ നമുക്ക് പൊരിക്കാം. പക്ഷെ കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കായിട്ട് നമുക്ക് ഒന്ന് പോകണം. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്നിത് വിസിലടിക്കണം, ഇതുവരെ അടിച്ചിട്ടില്ല. അസ്ലമൊക്കെ കടന്ന ഉറക്കമായി. ഇതെന്താ അടിക്കാത്തതെന്ന് ആലോചിച്ചിരിക്കണം. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിസിലൊക്കെ അടിച്ച്. അപ്പോൾ ഇതിങ്ങനെ രണ്ടാമത്തെ വിസിലാണ് അടിക്കണത്. എന്തായാലും എന്താ അവസ്ഥ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അസ്ലമിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ആൾ വേറെ പണിയിലാണ്. ഞാൻ ഇങ്ങനെ തുറക്കാൻ നോക്കി പോകാൻ പറഞ്ഞത് വേണ്ട, ഇപ്പോൾ തുറന്നാൽ ശരി. ലാസ്റ്റ് അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ വന്ന്. കാരണം എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ തുറന്ന് ഒരുമിച്ച്. പക്ഷെ എന്നാലും അത് എയർ ടൈറ്റ് ആയതുകൊണ്ട് പറഞ്ഞ് കുറച്ച് വെള്ളത്തിൻ്റെ അടിയിൽ വെക്ക്, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആവി ചെയ്യാൻ പോകാനായിട്ട്. എന്നിട്ട് നമ്മളത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച്. അപ്പോഴേക്ക് നമ്മുടെ ചോട്ടൊക്കെ വന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച്. നമ്മളവനോട് ഈ അരി തന്നെയാണോ നിങ്ങളിവിടെ വെക്കണേന്ന് ചോദിച്ച്. അപ്പോൾ അവൻ അല്ലല്ല ഇതല്ല നമ്മുടെ അരി, നമ്മുടെ വേറെ അരിയാണ് എന്ന് പറഞ്ഞ്. ലാസ്റ്റ് നമ്മളത് തുറക്കാനുള്ള പരിപാടിയിൽ നമ്മുടെ എയറൊക്കെ കളഞ്ഞിട്ട് അത് നമ്മൾ തുറന്ന് നോക്കിയപ്പോഴാണല്ല കാണണത് മൊത്തം വേവൊക്കെ കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതൽ സാധനം. അപ്പോൾ അസ്ലം ചോദിക്കുകയാണ് ഇതെന്നാ നീ PG ഫുള്ള് കൊടുക്കാനാണ് ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ ഒരുപാട് റൈസ് ആയിട്ടുണ്ട്. അവനൊന്ന് വേവൊക്കെ നോക്കി, വേവൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മളപ്പോൾ മുട്ട പൊരിക്കാനുള്ള ചടങ്ങിലോട്ട് കടക്കാമെന്ന് തീരുമാനിച്ചു. നമ്മളത് അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണ വേണമായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലത്തെ പൂരിയുടെ വെളിച്ചെണ്ണ നമുക്ക് ഇവിടുന്ന് കിട്ടി. കുറച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ PGക്കാരാണ് കുറച്ച് വെളിച്ചെണ്ണ വന്ന്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അസ്ലമിനോട് വെളിച്ചെണ്ണയുടെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുട്ട പൊരിക്കാനായിട്ടുള്ള സെറ്റപ്പിലോട്ടായി ഒരു മുട്ട എടുത്തിട്ട് നിറച്ച് ഓയിലാണ്, ഒരുപാട് ഓയിൽ കൂടുതലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വേറെ നിവർത്തിയില്ല, ഓയിൽ ഒഴിച്ച് വയ്ക്കാനും വേറെ പാത്രം ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ച് ഇങ്ങനെ അതിൻ്റെ മേലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് സംഭവം നമ്മൾ കളറാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
എന്താണെന്നറിയില്ല. എന്തായാലും വെളിച്ചെണ്ണയിലൊക്കെ കിടന്നിങ്ങനെ നല്ല മുരിയുണ്ട്. കാണാൻ തന്നെ നല്ല സുഖമാണ്. നമ്മൾ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ട്രൈ ചെയ്യണം. എന്തായാലും ഉപ്പൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇവിടെ ഓപ്പണായിട്ട് ഇരിക്കാറുണ്ട്. പക്ഷേ വേറെ വഴിയില്ല നമുക്കിപ്പോൾ. ഇച്ചിരി ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ മേലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മേൽഭാഗം എല്ലാം അങ്ങനെ, പക്ഷെ അടി പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വന്നിട്ട് നമ്മൾ അടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അടി പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അരിഞ്ഞ മണമൊക്കെ എൻ്റെ ആർന്ന് ചെറുതായിട്ട് പുകയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ആയെന്ന് വിചാരിച്ച് നമ്മളതൊരു പാത്രത്തിലോട്ട് പകർത്തി. അതായത് പക്ഷെ നമുക്ക് പാത്രം വേണം, അതാണ്. അപ്പോൾ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് നമുക്ക് 2 പാത്രം വേണം. ആ 2 പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം അവനും ഒരെണ്ണം നമുക്കും. അപ്പം അങ്ങനെ ഇതൊന്ന് വാഷൊക്കെ ചെയ്ത് നമ്മളത് മുട്ട ഒരു പാത്രത്തിലോട്ട്, അതായത് ഇതെൻ്റെ മുട്ടയാണ്, പക്ഷെ ഇതെന്താ സാധനം എന്നൊരു പിടിയില്ല, പാത്രത്തിലോട്ട് ഇട്ടപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, അവൻ്റെയും പൊരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് നീ പഠിച്ച് ചെയ്യുന്നതൊക്കെ. പക്ഷെ ആളെന്തായാലും ഭയങ്കര സെറ്റായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒരു നേരത്തെ പാത്രം എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ അതിലോട്ട് ബാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കറക്റ്റ് ഓയിലിനെ അവന് വെക്കാനായിട്ട് പറ്റി കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് 4 മുട്ട മേടിച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ മുട്ടയാണ് എൻ്റെ ചീറ്റി പോയത് കണ്ടോ. അപ്പോൾ ഇനി ഒരു മുട്ടയും കൊണ്ട് എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു, ഇപ്പോൾ അവൻ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി അങ്ങനെ ട്രൈ ചെയ്യൂ. അപ്പോൾ അങ്ങനെ കണ്ടോ, അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ഓംലേറ്റും ചോറ് 3 ബാക്കിയുണ്ട്, അതെന്നാൽ ചെയ്യാവോ. അപ്പോൾ നമുക്കിനി ഇത് ട്രൈ ചെയ്യാം. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്.